കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന അപകടത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം ഒന്നടങ്കം ഞെട്ടിയ വലിയൊരു ദുരന്തം. മരണസംഖ്യ ഉയരുകയാണ്. 240 അല്ലെങ്കിൽ 241 എന്നതിൽ നിന്നൊക്കെ 265 വരെയായി എന്ന് ഏറ്റവും ഒടുവിൽ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രശാന്ത് സാർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഊഹാപോഹങ്ങൾക്കോ ഉള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ? ആ രീതിയിൽ ചിന്തിക്കുന്നതിനകത്തും തെറ്റൊന്നുമില്ല. കാരണം ഇപ്പം ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 290 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പൊ വാർത്ത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇത് ഒരു അട്ടിമറി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംശയിക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നേരത്തെ അല്ലെങ്കിൽ പ്രവചിക്കുന്ന അത്തരത്തിൽ പ്രവചനം നടത്തുന്ന അരവിന്ദ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു എക്സിലെ കുറിപ്പ് വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എയർ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു വലിയ നീക്കം നടക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു. ഒരുപക്ഷെ എയർ ഇന്ത്യയൊക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ലോക തലത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കുറിപ്പാണ് പുള്ളി എക്സിൽ കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 11-നാണ് അദ്ദേഹം ഈ കുറിപ്പ് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്നതിനും അതിൽ അസ്വസ്ഥമാകുന്നതിന്റെ കൂട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം, തുർക്കി, പാകിസ്ഥാൻ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഈ അത്തരത്തിൽ മത മൗലികവാദികൾ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഒരുപക്ഷെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്നതിനും അപായപ്പെടുത്തുന്നതിനും ഒക്കെ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ എയർ ഇന്ത്യയും വെച്ച് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കുറിപ്പാണ്. അപ്പം അത്തരത്തിലുള്ള ആ കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യയെ മോശമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇതുപോലെ ഉള്ള ആഗോള ശക്തികൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയറിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആഗോള ശക്തികൾ, ഈ കൂട്ടായ്മയ്ക്കകത്ത് അവരെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ കൂടെ ലോക നിലവാരത്തിലുള്ള വിമാന കമ്പനികളും അല്ലെ മറ്റ് പല മേഖലയിലും മത്സരിക്കുന്ന ടാറ്റ പോലെയുള്ള ഗ്രൂപ്പും അല്ലെങ്കിൽ എയർ ഇന്ത്യയും അതിനകത്ത് അപായപ്പെടുത്തുന്നതിനും മോശപ്പെടുത്തുന്നതിനും വളരെ കൃത്യമായിട്ട് വളരെ നാളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. അതിനകത്ത് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇപ്പം ഏറ്റവും അവസാനം നമുക്കൊരു തോന്നൽ, നമ്മുടെ ഇപ്പൊ തന്നെ രണ്ട് കപ്പലുകൾ, ഒരു കപ്പൽ മുങ്ങി ഒരു കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ തീരത്ത്, കേരള തീരത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ കപ്പലുകൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംശയം എന്ന് പറയുമ്പോൾ, ഈ കപ്പലുകൾ എന്ന് പറയുമ്പോൾ ഈ കപ്പലിൽ കാലഹരണപ്പെട്ട കപ്പലുകളാണ്. പല ഭാഗത്തുനിന്നും വാർത്ത വരുന്നുണ്ട്, ഇതിനകത്ത് ഒരു അട്ടിമറി ഉണ്ട്, ഇൻഷുറൻസ് നേടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം രണ്ടാമത്തെ അതുപോലെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, അതുപോലെ കപ്പൽ ദുരന്തം, ഒരു കപ്പൽ സ്ക്രാപ്പായി പോയി കഴിഞ്ഞാൽ ആ കപ്പൽ സ്ക്രാപ്പാകുന്നത് എവിടെ വെച്ചാണോ ആ പ്രദേശം മൊത്തം മലിനമാകും, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ആ കപ്പലിൽ നിന്നുള്ള, ആ കപ്പൽ പൊളിക്കാൻ തുടങ്ങിയാൽ തന്നെ അതിനകത്തു നിന്നുള്ള ആ മാലിന്യങ്ങൾ ആ പ്രദേശത്തെ വളരെ മോശമാക്കും. അത് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു പോർട്ട്, ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ തന്നെ പല പോർട്ടുകളോടും മത്സരിക്കുന്നതും അതിൽ ലോകത്തിലെ പല പോർട്ടുകളും ഈ പോർട്ടിനെ ഭയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പോർട്ടാണ്. കാരണം ഡ്രഡ്ജിങ് സംവിധാനം ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ വളരെ കൂടുതലായിട്ട് ലോകത്തെ ആകർഷിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ബിസിനസ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അപ്പം അതിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കുമോ ഈ കപ്പൽ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അത് സംശയമാണ്, വ്യക്തതയില്ല. അപ്പം അതുപോലെ തന്നെ ഈ വിമാന ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ആ കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ എയർ ഇന്ത്യ വിമാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു. നേരത്തെ ഡൽഹിയിലാണെന്നോ ഒരു വിമാനം, ഡൽഹിയിലേക്ക് വരുന്ന വഴിക്കാണെന്നോ തോന്നുന്നു, ആ വിദേശത്തു നിന്ന് വരുന്ന വിമാനമാണെന്നോ അതിനകത്ത് വ്യക്തതയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. 11 ടോയ്ലറ്റ് ഉണ്ടായിരുന്നതിനകത്ത് 11 ടോയ്ലറ്റും
ക്രാഷ് ആക്കുന്ന അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കുന്നതിന് വേണ്ടി അല്ലെ ഉപയോഗശൂന്യമാക്കി ആ വിമാനം തിരിച്ചിറങ്ങേണ്ട അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി തിരിച്ചിറങ്ങേണ്ട രീതിയിലേക്ക് വരും. അപ്പൊ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ മോശമായിട്ട് എയർ ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. കാരണം ഇത്തരത്തിൽ വിമാനത്തിനകത്ത് ടോയ്ലറ്റുകൾ മൊത്തവും ഉപയോഗശൂന്യമാകും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആയിരിക്കുന്നു. അതുകൊണ്ട് ആ കാരണം കൊണ്ട് വിമാനം തിരിച്ചിറങ്ങിയിരിക്കുന്നു പറഞ്ഞ അന്ന് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ ചർച്ചയായതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഈ ട്രെയിനുകൾ കണ്ടിട്ടില്ലേ? ട്രെയിനുകൾക്ക് സീറ്റ് കീറുക, ട്രെയിനിനകത്ത് യാത്രാ സൗകര്യം അല്ലെങ്കിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ നശിപ്പിക്കുക, ട്രെയിനിന്റെ ചില്ലുകൾ തകർക്കുക, അത്തരത്തിൽ കാര്യങ്ങൾ നടത്തുന്ന കുറെ ആൾക്കാർ ഇവരെയൊക്കെ പിടിക്കുമ്പോൾ ഇവരൊക്കെ മതമൗലികവാദികൾ അല്ലെ പ്രത്യേക അഭിപ്രായം ഉള്ളവരുടെയൊക്കെ ഭാഗമായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇന്നലെ അല്ലെങ്കിൽ തകർന്നു വന്ന ഈ വിമാനം എന്ന് പറഞ്ഞാൽ 11 കൊല്ലം മാത്രം പഴക്കമുള്ള ബോയിങ്ങിന്റെ ഏറ്റവും അപകടം സാധ്യത അല്ലെങ്കിൽ അപകടപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് നമ്പർ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ അപകടം ഉണ്ടായിട്ടുള്ള വിമാനം, ഏറ്റവും നല്ല പൈലറ്റ്, അതായത് 8000 കിലോമീറ്ററോളം ഇതുവരെ ഫ്ലൈ ചെയ്തിട്ടുള്ള അത്രയ്ക്ക് വിദഗ്ധനായിട്ടുള്ള പൈലറ്റ്, കോ പൈലറ്റും അത്തരത്തിലുള്ള രീതിയിൽ, അതുപോലെ തന്നെ അവിടുന്ന് പറന്നുയരുന്ന തിരിച്ചു വരുന്ന വിമാനമല്ല, പറന്നുയരുന്ന വിമാനമായതുകൊണ്ട് ആ വിമാനത്തിന്റെ ചെക്കിങ്ങിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ 100% ഓക്കെ ആണോ എന്ന് നോക്കി, വിമാനം ഫിറ്റ് ആണോ എന്ന് നോക്കി, പൂർണ്ണ ഇന്ധനം നിറച്ചിട്ട് പറക്കാൻ നിൽക്കുന്ന ഒരു വിമാനത്തിനാണ് ഇത്തരത്തിൽ പറന്നുയരുന്നതിന് അധികം ഹൈറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ വിമാനത്തിനകത്തുനിന്നും അപകട സൂചന വരുന്നു, വിമാനം തകർന്നു വീഴുന്നു. അത് തകർന്നു വീഴുന്നതും ഈ പറയുന്ന ആൾപ്പാർപ്പ് വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലത്താണ്. മാത്രവുമല്ല ഈ വിമാനം ഇന്ത്യയിൽ വെച്ച് തന്നെ തകരണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് ക്കേണ്ടി വരുന്ന രീതിയിലേക്കാണ് ഇതിന്റെ തകർച്ചയും സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ നിസ്സാരമായിട്ട് കണ്ട സ്റ്റുഡിയോയ്ക്കെതിരെയുള്ള ഒരു സമരം കണ്ടില്ലേ? ആവശ്യമില്ലാത്ത ഒരു കാരണം ഉണ്ടാക്കി സ്റ്റുഡിയോയ്ക്കെതിരെ ഒരു സമരം ഇന്റർനാഷണൽ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ ഏറ്റെടുത്ത് അതിനെതിരെയുള്ള ഒരു സമരവും നീക്കങ്ങളും ഒക്കെ നടന്നത്. അപ്പം ഈ രീതിയിൽ അന്താരാഷ്ട്ര ലെവലിൽ ഇന്ത്യയെ മോശമാക്കുന്നതിനും ഇന്ത്യയെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിനും ഉള്ള പല രീതിയിലുള്ള ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കുറിപ്പിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾക്കെതിരെ നിൽക്കുന്ന പാക് ശക്തികൾ കഴിഞ്ഞ ദിവസം കണ്ടോ, ഇതിനുശേഷം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കുറിപ്പുകൾ, അതായത് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു അപകടത്തിനകത്ത് മരണപ്പെട്ടവരുടെ കാര്യം പറഞ്ഞ് ആസ്വദിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള കുറിപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലായിടത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ രീതിയിൽ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അത്തരത്തിൽ ഇന്ത്യക്ക് ലോകത്ത് മത്സരിക്കാൻ സാധ്യതയുള്ള പല മേഖലയിലും ഈ ടാറ്റ പോലെയുള്ള അല്ലെങ്കിൽ എയർ ഇന്ത്യ പോലെയുള്ളിടത്തുണ്ട്. അപ്പം ആ മത്സരിക്കുന്നതെല്ലാം ഈ പറഞ്ഞതുപോലെ വലിയ വലിയ കമ്പനികളോടും വലിയ വലിയ രാജ്യത്തോടുമാണ്. അപ്പം അതിന് വിഘ്നം നിൽക്കുകയും തടസ്സം നിൽക്കുകയും അത്തരത്തിൽ ഇപ്പം ഇതേ രീതിയിലുള്ള സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഒരു വിമാനം തകർന്നാൽ എയർ ഇന്ത്യയോടുള്ള വിശ്വാസ്യത വീണ്ടും കുറഞ്ഞ് ഇത്തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു സംവിധാനമായിട്ട് എയർ ഇന്ത്യയെ മാറ്റുന്നതിനും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ പവർ തകർക്കുന്നതും ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിലേക്കുമുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ ടോയ്ലറ്റ് ഫ്ലാഗ് എന്ന് പറയുന്ന സംഭവം ലോകത്ത് എയർ ഇന്ത്യക്ക് ഉണ്ടാക്കിയ നാണക്കേട് ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് 2 വട്ടം അല്ലെങ്കിൽ ഒരു കപ്പൽ മുങ്ങുന്നു, ഒരു കപ്പൽ കത്തിക്കൊണ്ട് നിൽക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളെ ലോകത്ത് ഇകഴ്ത്തി കാണിക്കാൻ നിൽക്കുന്ന ശക്തികൾ ഇതിന്റെ പിറകിൽ ഉണ്ടോ, അല്ലെങ്കിൽ അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയുള്ളവരെ വിലക്കെടുത്ത് പോലും അത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള വൻപൻ ശക്തികളാണ്. അതിനകത്ത് ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ തുർക്കി പോലെയും പാകിസ്ഥാൻ പോലെയും മതമൗല്യവാദികളും അല്ലെങ്കിൽ പാശ്ചാത്യത്തെ മതമൗലിക വാദിക്കുന്നവരും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു പക്ഷേ ഇന്ത്യയെ ഇകഴ്ത്തുന്നതിനും സോഫ്റ്റ്വെയറിനെ ഇകഴ്ത്തുന്നതിനും അതിന്റെ കൂടെ ലോകത്ത് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്ന എയർ ഇന്ത്യ പോലെയുള്ളതിനെ തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് നമ്മൾക്ക് വിചാരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വിചാരിച്ച് അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് പോകുന്നത്
നന്നാവും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമ്മൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇന്ത്യക്കകത്ത് ട്രെയിൻ അട്ടിമറി, നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ള ട്രെയിൻ അട്ടിമറി, പലയിടത്തും ട്രെയിൻ പോകുന്നതിന്, ട്രെയിൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രാദേശികമായിട്ട് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതായത് ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ ഡയറക്റ്റ് അറ്റാക്കിന് സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി, ഇത്തരത്തിൽ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ, അല്ലെങ്കിൽ ട്രെയിനുകൾ, അതുപോലെ തന്നെ കപ്പലുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അട്ടിമറി, ഈ വിമാന അപകടം ഒരു അട്ടിമറി ആണോ എന്ന് അന്വേഷിക്കുന്നതിനകത്ത് തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിനെ ഉദ്ധരിച്ച് നമ്മൾക്കും സൂചിപ്പിക്കാനുള്ളത്. യെസ്, അതാണ്. എന്തായാലും ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു പദ്ധതി പാകിസ്ഥാനിൽ നിന്നും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന അപകടത്തെ കാണാൻ എന്നുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കാലങ്ങളായി നമുക്ക് വിമാനത്തിന് അപകടങ്ങൾ ഉണ്ടാകും, അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ പല രീതിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അഹമ്മദാബാദ് വിമാന അപകടത്തെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുകയാണ്. ഇതിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോർപ്പറ്റിൽ നിന്നുള്ള സൗണ്ട് റെക്കോർഡുകൾ തിരികെ ലഭിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സാങ്കേതികപരമായി നടക്കുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.